അയ്യപ്പ ശരണം. ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ചത് കേരള പോലീസാണ്. അങ്ങ് കേരളത്തിൻ്റെ പോലീസ് മേധാവിയായിരുന്നു. പലപ്പോഴും ആചാരലംഘനത്തിന് കൂട്ടുനിൽക്കുക വരെ പോലീസ് ചെയ്തിരുന്നു. നമുക്കറിയാം, ഈ ആക്ടിവിസ്റ്റുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യുവതികളെ പോലീസ് എസ്കോർട്ടോടുകൂടി പോലീസ് യൂണിഫോം അണിയിച്ച് ശബരിമലയിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്ന, പിന്നീട് രഹസ്യമായി പിൻവാതിലിലൂടെ അവരെ കടത്തിവിടുകയും ഒക്കെ ചെയ്തത് കേരള പോലീസിൻ്റെ നേതൃത്വത്തിലാണ്. മുൻ പോലീസ് മേധാവി എന്നുള്ള നിലയ്ക്ക് എങ്ങനെ വിലയിരുത്തുന്നു ഈ പോലീസിൻ്റെ പങ്കിനെ? ഇതിൽ രണ്ട് കാര്യം എനിക്ക് പറയണം. കാരണം അദ്ദേഹം ബഹുമാനപ്പെട്ട പ്രയാർ പറഞ്ഞ് നിർത്തിയത് കുറച്ച് പറയാനുണ്ട്. ഒന്ന്, നമ്മൾ കാണേണ്ടത് ഇതിൽ ഇമ്പാക്റ്റ് നമ്മുടെ അയ്യപ്പ ജ്യോതി മാത്രം നോക്കിയാൽ മതി. ഒരു കുടുംബശ്രീയിലും പ്രഷർ ഉണ്ടായിരുന്നില്ല, ഒരു തൊഴിലുറപ്പ് പദ്ധതിയിലും പ്രഷർ ഉണ്ടായിരുന്നില്ല, ഒരു കളക്ടർ ലേഡിമാർക്കും പ്രഷർ ഉണ്ടായിരുന്നില്ല, എങ്ങും യാതൊരു പ്രചരണവും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ ആഹ്വാനത്തിൻ്റെ പേരിൽ മാത്രം ഏകദേശം 10-60 ലക്ഷം സ്ത്രീകളാണ് 724 കിലോമീറ്റർ ജ്യോതിയിൽ പങ്കെടുത്തത്. സ്പോണ്ടേനിയസ്. അതാണ്. അത് എന്തുകൊണ്ട് സംഭവിച്ചു? ഇപ്പം ഞാൻ ശബരിമല കർമ്മസമിതിയുടെ ദേശീയ ഉപാധ്യക്ഷന്മാരിൽ ഒരാളുമാണ്. അത് പ്രധാനമായിട്ടും സുപ്രീം കോടതിയിൽ നമ്മൾ ഇനി നടത്തേണ്ട, അതിനുശേഷം കാര്യങ്ങൾ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതാണ്. ഇതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കർമ്മസമിതികളുണ്ട്. ലോകത്ത് മുഴുവൻ, ലണ്ടനിലായാലും ന്യൂയോർക്കിലായാലും ഇതിലൊക്കെ നടക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്, ഈ പോലീസിൽ അപ്പോൾ ഇതിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒന്ന്, സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് ഇതുവരെ ഏതെങ്കിലും IPS ഉദ്യോഗസ്ഥൻ വായിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് പലരും വായിച്ചിട്ടില്ല. കാരണം സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് 411 പേജുള്ളതാണെങ്കിലും 4 അതിൽ നടപ്പാക്കുന്ന ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ തവണ ഇവിടെ പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിൻ്റെയും ജസ്റ്റിസ് കൺവൽക്കറുടെയും അദ്ദേഹത്തിൻ്റെയും ജഡ്ജ്മെൻറ്റാണ്. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു എന്തൊക്കെ. അതിൽ പാരാ 3 പറയുന്ന സെമറ്റിക് റിലീജിയൻ്റെ കോൺസെപ്റ്റ് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് അവസാനം പറഞ്ഞിരുന്ന കൺക്ലൂഷൻസിൽ എന്താണ്? ശബരിമല ഒരു ഹിന്ദു ഷ്രൈനാണ്. 2, അവിടെയുള്ള ഹിന്ദു സ്ത്രീകൾക്കും ഹിന്ദു ആചാരങ്ങൾ അനുഷ്ഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പോകാൻ അവകാശമുണ്ട്. ഇതാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നോൺ ബിലീവേഴ്സ്, 2 ആചാരങ്ങൾ അനുഷ്ഠിക്കാത്തവർ, ശരിക്കും ഈ വിധി അനുസരിച്ച് ഹിന്ദുക്കളല്ലാത്ത സ്ത്രീകൾ, ഇവരെയൊക്കെ അവിടേക്ക് കൊണ്ടുപോയത് ആ വിധി അല്പം പോലും വായിച്ചു നോക്കാത്ത ഓഫീസർമാരാണ്. വാസ്തവത്തിൽ ഈ വിധി നടപ്പാക്കണം, ശബരിമലയുടെ കാര്യത്തിൽ മാത്രം വിധി നടപ്പാക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഉണ്ടായിരുന്നതുണ്ട് DGPമാരെ പോസ്റ്റ് ചെയ്യുന്നതിൽ. അപ്പോൾ ചില ക്രിമിനൽസിനെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നൽ വന്നുകൊണ്ട് നേരെ സുപ്രീം കോടതിയിൽ വീണ്ടും പോയി ആ വിധി മാറ്റണം. ഇപ്പോൾ എൻ്റെ കേസിലുണ്ടായ 4-5 വിധിയുണ്ട്. അതൊക്കെ പോകട്ടെ, അതൊന്നും ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഇവിടെ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഈ പർട്ടിക്കുലർ കാര്യത്തിൽ വിധി നടപ്പാക്കണമെങ്കിൽ, വാസ്തവത്തിൽ വിധി നടപ്പാക്കുകയാണെങ്കിൽ എന്തായിരുന്നു? ഒരു പ്രശ്നമില്ലായിരുന്നു. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ വിധിയാണ് നടപ്പാക്കാനുണ്ടായിരുന്നെങ്കിൽ ചോദിച്ചോട്ടെ, ശബരിമലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കുകയായിരുന്നോ അതോ സർക്കാരിൻ്റെ ഉത്തരവനുസരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു? സർക്കാരിൻ്റെ വാക്കാലുള്ള ഉത്തരവായിരിക്കണം. കാരണം ഇതുവരെ അതിനൊരു രേഖ ആരും കണ്ടിട്ടില്ല. കാരണം സുപ്രീം കോടതി വിധിയാണ് അനുസരിച്ചിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക? ഹൈന്ദവ സ്ത്രീകൾ, ഈ പ്രായത്തിലുള്ളവർ, ആചാരം അനുഷ്ഠിച്ചവർ, ഈ 41 ദിവസത്തെ ആചാരം, അതിൽ ആചാരത്തിനെ പറ്റി ഒന്നും ഇതിൽ വേണ്ടാന്ന് മാറ്റിയിട്ടില്ല. അങ്ങനെയുള്ള സ്ത്രീകൾ വന്നാൽ അവർക്ക് പോകാൻ അവകാശമുണ്ടെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഏതെങ്കിലും സ്ത്രീ രൂപങ്ങളെ ഈ അയ്യപ്പൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാനായിട്ട് ഒരു പോലീസിനും ഒരു നിർദ്ദേശവും ഒരു സർക്കാരിനും നിർദ്ദേശവും ആ വിധിയിലില്ല. അപ്പോൾ അത് ചെയ്തത് മുഴുവൻ സുപ്രീം കോടതി വിധിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് വാസ്തവത്തിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് കേസ് എടുക്കേണ്ടതാണ്. കേരള പോലീസിനെതിരെയും ആരാണ് അതിന് നിയോഗിക്കപ്പെട്ട് ചെയ്തത്? ഒരു ഉദ്യോഗസ്ഥനും നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കാനായിട്ട് അധികാരമില്ല. അപ്പോൾ സുപ്രീം കോടതി വിധി എന്താണെന്ന് വായിച്ച് പഠിച്ച് അതനുസരിച്ചല്ലേ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് ആര് പറഞ്ഞെങ്കിൽ അതിനിപ്പോൾ റെക്കോർഡ് വേണ്ടേ? ഇപ്പോൾ ഒരു ഗവൺമെൻറ്
ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഓറലായിട്ടല്ല. കാരണം ഓറലായിട്ട് ഗവൺമെൻറ്റിന് ഒരിക്കലും ഒരു നിർദ്ദേശം കൊടുക്കേണ്ട ആവശ്യമില്ല, റിട്ടേൺ ആണ്. ഇപ്പോൾ സീനിയർ ഓഫീസർക്ക് ജൂനിയർ ഓഫീസർക്ക് പലപ്പോഴും ഓറലായിട്ട് നിർദ്ദേശം കൊടുക്കേണ്ടി വന്നേക്കാം, അത് പിന്നീട് എഴുതി കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമയത്ത് പോലും ഒരു ഓറൽ ഡയറക്ഷൻ പോലീസിന് കൊടുക്കേണ്ടതില്ല. അത് എപ്പോഴാണ് മിനിമം ഒരു ഏറ്റവും, അതായത് ഭരണഘടന, CRPC പോലുള്ള നിയമങ്ങൾ, അതുപോലെ പോലീസ് ആക്ട്, റൂൾസ്, ഇതെല്ലാം കഴിഞ്ഞ് മിനിമം ഒരു ഗവൺമെൻറ് ഓർഡർ എന്ന് പറയുന്ന സാധനം വേണം. ഇതാണ് പോലീസിൻ്റെ വർക്കിങ്ങിലേക്ക് കൊടുക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും മുഖ്യമന്ത്രി, കേരളത്തിൽ മാത്രമല്ല എവിടെയായാലും ആഭ്യന്തരമന്ത്രിയോ മറ്റേതെങ്കിലും മന്ത്രിമാരോ വിളിച്ച് പറയുന്നതല്ല പോലീസ് ചെയ്യേണ്ടത്. അതിന് യാതൊരു നിയമപ്രാബല്യവും ഇല്ല. ഇനി ആ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആരെങ്കിലും നിയമം അനുസരിച്ചാണ് പറയുമെങ്കിൽ തീർച്ചയായിട്ടും നടപ്പാക്കാൻ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നിയമത്തിനാണ് അവിടെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ ഒന്ന് ഇവർ ചെയ്തത് സുപ്രീം കോടതിയുടെ വിധി വായിക്കാതെ തന്നെ, ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്ന ആരും വിധി വായിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം വിധി വായിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കോപ്രായങ്ങളൊന്നും അവിടെ ഒപ്പിക്കില്ല. വിധി വളരെ ക്ലിയറാണ്. ഈ നമ്മൾ ജസ്റ്റ് ടേക്ക് ദാറ്റ് ജഡ്ജ്മെൻറ്റ് ഫോർ ഇറ്റ്സ് ഫേസ് വാല്യൂ, അതിൽ വളരെ ക്ലിയറാണ്. ഇപ്പോൾ മറ്റൊരു ഹൈക്കോടതി ജഡ്ജി ഈയിടെ പറഞ്ഞല്ലോ, ആദ്യം അദ്ദേഹം മറ്റൊന്നാണ് പറഞ്ഞത്, പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു സുപ്രീം കോടതി അതൊരു ഡിക്ലറേറ്ററി ജഡ്ജ്മെൻറ്റാണ്, അതിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പിന്നീട് അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ പ്രായത്തിലുള്ള ആചാരമനുഷ്ഠിച്ച ഹൈന്ദവ യുവതികൾക്ക് അവിടെ പോകാൻ അവകാശമുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അന്ന് പോലീസ് ചെയ്തത് എന്തൊക്കെയാണ്? പുതിയ ആചാരങ്ങൾ വരെ ഉണ്ടാക്കിയില്ലേ? കുടകി കൊണ്ടുപോയി കുറച്ച് ദിവസം താമസിപ്പിക്കണം എന്നുള്ള പുതിയ ആചാരമൊക്കെ യുവതികൾക്ക് കയറാനായിട്ട് പോലീസ് ഉണ്ടാക്കി കൊടുത്തില്ലേ? അപ്പോൾ അങ്ങനെയുള്ള പുതിയ ആചാരങ്ങൾ സൃഷ്ടിച്ചത് ഇതെല്ലാം തെറ്റാണ്. ഞാൻ പറയുന്നത് നമ്മൾ പലപ്പോഴും ഫെയിൽ ചെയ്യുന്നത്, ഇപ്പം എന്നെയൊക്കെ ഇഷ്ടംപോലെ വേട്ടയാടുന്നുണ്ട്. ഞാൻ ഇന്ന് എന്തോ TV യിൽ കണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിനോട് പറയായിരുന്നു, 1958 ഞാൻ പായയിൽ മൂത്രം ഒഴിച്ചതിന് വരെ കേസെടുക്കാൻ നടക്കുകയാണ്. ഞാൻ ജനിച്ച് 6-7 മാസമായിട്ടുള്ളൂ, അതുകൊണ്ടാണ് 58ൻ്റെ കാര്യം പറഞ്ഞത്. അതിന് വരെ കേസെടുക്കാൻ അന്വേഷണം നടത്തുകയാണ്. അപ്പോൾ അതൊക്കെ നടന്നോട്ടെ. പക്ഷേ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഒരു സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവിക്കുമ്പോൾ ആ വിധി എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കി ആര് പറഞ്ഞാലും വിധി അനുസരിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്തുകൊണ്ട് ചെയ്തില്ല? ഓറലായിട്ടല്ല, റിട്ടേൺ ആയിട്ടാണെങ്കിൽ ഇനി ചോദിക്കണം. നമ്മുടെ അഡ്വക്കേറ്റ്മാർ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് കേസിന് പോകുന്ന സമയത്ത് ആ ഓർഡറുകൾ ആര് പറഞ്ഞു, എവിടെയാണ് നിങ്ങൾക്ക് റിട്ടേൺ ഓർഡർ ഉള്ളത്? ഇത് ചോദ്യം ചെയ്യപ്പെട്ടാൽ മാത്രമേ പോലീസിന് റൂൾ ഓഫ് ലോ ആണ് പാലിക്കേണ്ടത്. ആ റൂൾ ഓഫ് ലോ പാലിക്കാനായിട്ട് പോലീസിനെ നിർബന്ധിക്കണമെങ്കിൽ അവർ ഇത് തെറ്റിക്കുന്ന അവസരങ്ങളിൽ അതിന് ചോദ്യം ചെയ്യപ്പെടണം, ആ ഉദ്യോഗസ്ഥന് ഉത്തരവാദിത്തം ഉണ്ടാകണം. അപ്പോൾ താഴെയുള്ള ഓരോ ഉദ്യോഗസ്ഥന്മാർക്കും കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ സന്തോഷത്തോടെ കണ്ടത് കേരളത്തിലെ IAS-ലായാലും IPS-ലായാലും കുറച്ച് മഹിളകൾക്ക് നട്ടെല്ല് ബാക്കിയുണ്ടെന്ന് കണ്ടു, സന്തോഷം. പക്ഷേ മഹാന്മാർക്കൊന്നും ആ സാധനമേ ഇല്ല. പണ്ടിത് 33ാമത്തെ വർഷം പോകുന്നതാണ് എന്നോട് അന്നത്തെ DGP, ഞാൻ ASP ആയിട്ട് വന്നപ്പോൾ പറഞ്ഞത്. ഓരോ വർഷവും ഓരോ വെട്ടിബ്ര വെച്ച് പോകും, 33ാമത്തെ വർഷമാകുമ്പോൾ നിങ്ങൾക്ക് വെട്ടിബ്ര ഇല്ലാതാകും, എങ്ങനെ വേണമെങ്കിലും എടുത്തിടാം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ASP-മാർ ആണുങ്ങൾ വരുന്നത് തന്നെ ഈ വെട്ടിബ്രയെല്ലാം മാറ്റി വെച്ചിട്ടാണ്. പക്ഷേ ഭാഗ്യത്തിന് കുറച്ച് വനിതകൾക്ക് IAS-ലായാലും IPS-ലായാലും നട്ടെല്ല് കാണുന്നുണ്ട്. അത്രയെങ്കിലും നമുക്ക് ആശ്വസിക്കാം. അപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ ഒന്ന് നിയമവിരുദ്ധമായിട്ടാണ് ചെയ്തതെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. അത് സർക്കാരിൻ്റെ നിർദ്ദേശമാണെന്ന് എനിക്ക് അറിയില്ല. കാരണം അങ്ങനെ ഒരു റിട്ടേൺ ഒന്നും ഞാൻ കാണുന്നില്ല, എവിടെയും കണ്ടിട്ടില്ല. നിയമസഭയിൽ അദ്ദേഹം ചോദിച്ചാലും എനിക്കറിയില്ല എന്ത് നിർദ്ദേശങ്ങളാണ് റിട്ടേൺ ആയിട്ട് കൊടുത്തിരുന്നത്. റിട്ടേൺ അല്ലാത്ത തെറ്റായ സുപ്രീം കോടതി വിധിക്കെതിരായ അനുസൃതമല്ലാത്ത കാര്യങ്ങൾ ചെയ്തവരെ നടപടി നേരിടണം എന്നുള്ള എനിക്ക് യാതൊരു സംശയമില്ല, അതിനുണ്ടാകണം. എങ്കിലേ ഇനിയെങ്കിലും ശരിയായിട്ടുള്ള നടപടികൾ പോലീസ് ഉദ്യോഗസ്ഥരെ എടുക്കുള്ളൂ. അപ്പോൾ അതാണ് ശബരിമലയുടെ കാര്യത്തിൽ ചെയ്യേണ്ടത്. ഇതിന് യാതൊരു ഇപ്പോൾ പോലീസിൽ തന്നെ കുറച്ച് രാഷ്ട്രീയക്കാരുണ്ടാകും, പക്ഷെ അത്തരക്കാരുടെ കീഴിലാകരുത് ബഹുഭൂരിപക്ഷം വരുന്ന ശരിയായ പോലീസ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ചും IPS ഉദ്യോഗസ്ഥർ. ഈ IPS ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കൂടി കഴിവുള്ളവരായിരിക്കും. അപ്പോൾ ആ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഇത് കാണിച്ചു കൊടുത്ത് പറയാം, കോടതി ഇതേ പറഞ്ഞിട്ടുള്ളൂ, അതിനെ ആദ്യം വായിക്കണം. ഈ വായനാ സ്വഭാവമുള്ളവർ വളരെ കുറവാണ്. വാസ്തവത്തിൽ ഈ സർക്കാരിൽ ഞാൻ ചോദിക്കുകയാണ്, കേരള ഗവൺമെൻറ്റിൽ 10 പുസ്തകം മുഴുവനായിട്ട് വായിച്ച എത്ര മന്ത്രി ഉണ്ടാവും?
ജി സുധാകരൻ. ഞാൻ ആകെ ചോദിച്ചത് എത്ര മന്ത്രിമാരുണ്ടെന്ന്. സുധാകരൻ ഉറപ്പാണ്. അയ്യപ്പ ശരണം. ഇത് വിധി ശരിക്കും മനസ്സിലാക്കാത്തത് മൂലം ഒരു അബദ്ധമായിട്ട് തെറ്റായി ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് ബോധപൂർവം സുപ്രീം കോടതി വിധിയെ ലംഘിച്ചുകൊണ്ട് തന്നെ സുപ്രീം കോടതിയോട് അപമര്യാദയായി. അല്ല, അങ്ങേക്ക് അത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. ഈ പോലീസിൽ സാധാരണ എന്താ സംഭവിക്കാന്നറിയോ? ഇത് വായനയില്ല, ബഹുഭൂരിപക്ഷ ആൾക്കാരെങ്ങനെയാണ് വന്നാൽ ഇനീഷ്യലി ചെയ്യും, താഴേക്ക് കൊടുക്കും. അവനിത് നോക്കുമ്പോൾ 411 പേജ് വായിച്ചു തുടങ്ങുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വിധി, ഇതെടുത്ത് മറിച്ച് നോക്കുമ്പോൾ ഇതാ ഇവിടെ ഒരു വിധി, അപ്പുറത്തൊരു വിധി, ഇപ്പുറത്തൊരു വിധി, അടുത്ത ആൾക്ക് മാർക്ക് ചെയ്യും. അവസാനം ഇത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ്റെ വേസ്റ്റ് ബോക്സിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ കിടക്കും. ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ വായനാശീലം, നിയമങ്ങൾ, ഞാൻ അതുകൊണ്ട് DGP ആയിരുന്നപ്പോഴേ എഴുതിയ ഒരു കാര്യമുണ്ട്. ഞാൻ ഉണ്ടായിരുന്ന സർക്കുലറുകൾ മുഴുവൻ ഇമ്പോസിഷൻ എഴുതിച്ചു. ഞാൻ ഹാൻഡ് റൈറ്റിംഗ് ആദ്യം വായിച്ചു, അതിന് ശേഷം ഇവരോട് ഇമ്പോസിഷൻ എഴുതാൻ പറഞ്ഞു. അതുകൊണ്ട് ഇമ്പോസിഷൻ എഴുതുമ്പോഴെങ്കിലും ദുർവാസം വായിക്കണമല്ലോ. അല്ല സാർ, അങ്ങനെയാണെങ്കിൽ വായനാശീലം ഇല്ലാത്തത് കൊണ്ടാണെങ്കിൽ ഈ IPS കാരൊന്നും കോഡ് ഓഫ് കണ്ടക്ട് ഒന്നും വായിക്കുന്നില്ലേ? എന്നുവെച്ചാൽ യതീഷ് ചന്ദ്ര എന്ന് പറയുന്ന ആള് കേന്ദ്രമന്ത്രിയോട് പെരുമാറുന്നത് ശരിക്കും അദ്ദേഹത്തിന്റെ പ്രോട്ടോകോൾ വയലേഷൻ അല്ലേ? പ്രോട്ടോകോൾ വയലേഷൻ ഞാൻ പറയുന്നത് അതുപോലും ചെയ്യാനായിട്ട് വിധിയിൽ എഴുതിയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇത് ഗവൺമെന്റിന്റെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ട് ചെയ്യുന്നു, അവരെ പ്ലീസ് ചെയ്യാനായിട്ട്, അതൊരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, അത് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതെന്താണെന്ന് അറിയില്ല. PC ജോർജ് അദ്ദേഹത്തിന്റെ ഒരു നിഗമനത്തോട് ബേസിക് പ്രശ്നം പറയട്ടെ. കേരള ഹിന്ദു പ്ലേസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ടിലെ റൂൾ 3B ആണ് എടുത്തു കളഞ്ഞത്. റൂൾ 3Bയിലാണ് എന്താണ് വിമൻ അറ്റ് സച്ച് ടൈംസ് ഹു ബൈ യൂസേജ് ഓർ കസ്റ്റം ഹു ആർ പ്രിവെന്റഡ് ഫ്രം എൻട്രിങ് ദ ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആചാരത്തിന്റെയോ സമ്പ്രദായത്തിന്റെയോ വിലക്ക് ബാധകമല്ല. നേരെ തിരിച്ച് ഈ വിധി വരുന്നത് കേരള ഹിന്ദു പ്ലേസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ടിന്റെ കീഴിലാണ്. അത്രയും സംശയമില്ലല്ലോ. ഇല്ല, റൂൾ 3A എന്താണ്? റൂൾ 3A പറയുന്ന വിലക്ക് അഹിന്ദുവാണ്, നോൺ ഹിന്ദുവാണ്. അപ്പൊ ഈ ആക്ട് കീഴിൽ തന്നെ അഹിന്ദുവിന് പ്രവേശനമില്ല. വിധിയൊന്നും വായിക്കണ്ട, ഈ ജഡ്ജ്മെന്റ് വന്നിട്ടുള്ള ആക്ട് പ്രകാരം ജഡ്ജ്മെന്റ് അനുസരിച്ച് ഇപ്പം അദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്. ഈ സുപ്രീം കോടതി ജഡ്ജ്മെന്റിനകത്ത് ഇതുപോലെ ഉള്ള സ്ത്രീകളെ അവിടെ പ്രവേശനം കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അല്ല, അത് മാത്രമല്ല 3B വാസ്തവത്തില് ശബരിമലയ്ക്ക് ബാധകമല്ലാത്തൊരു കാര്യമാണ്. ബാധകമാവണം. ശബരിമലയിലെ ഹിന്ദുക്കളൊക്കെ പ്രവേശിക്കുന്നത് 3B. അതായത് അദ്ദേഹം പോലീസിനകത്ത് കുറേയേറെ ശരി ചെയ്യാൻ ശ്രമിച്ചു, അതുകൊണ്ടാണ് പുള്ളി അവിടെ ഇരുത്താഞ്ഞത്. ഇത് ജനാധിപത്യമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ക്യാബിനറ്റിൻ്റെ അധികാരം പറയാൻ പറ്റില്ല. നമ്മൾ കണ്ടില്ല എന്ന് വെച്ച് പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ ശബരിമലയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എങ്ങനെ പ്രവർത്തിച്ച് ഒരു കേന്ദ്രമന്ത്രിയെ പോലും അവഹേളിക്കാൻ തയ്യാറാകുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒന്ന് ആലോചിക്കണം. ഷട്ട പിടിച്ചു, പുറത്ത് മിണ്ടാത്തതാണ്. ഷട്ട പിടിച്ചു എന്നുള്ള സത്യം പുറത്ത് പറയാം. അവിടെ ഈ പറയുന്ന പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായെങ്കിൽ എന്തുകൊണ്ട് ഒരു നടപടി ഉണ്ടായില്ല? IPS ഉദ്യോഗസ്ഥരുടെ പ്രോട്ടോകോൾ ലംഘനം നടപടി സെൻട്രൽ ഗവൺമെന്റ് ക്യാബിനറ്റ് മന്ത്രിയാണ്. അവിടെ എന്ത് അല്ല അവിടെ എടുക്കാമല്ലോ, വേണമെങ്കിൽ അവര് നോക്കാൻ പാടില്ലേ? ഞാൻ ചോദിക്കട്ടെ, പരാതി വേണ്ട, പരാതി വേണ്ട, ചെയ്യാം. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ എങ്ങനെ ശബരിമലയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോയി ഈ നടപടി സ്വീകരിച്ചു? ഇവിടുത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രി DGP ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുന്നു, അതായത് തീരുമാനം ഇതാണെന്ന് പറയുന്നു, പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടപ്പാക്കുന്നു. ഒരു മുഖ്യമന്ത്രി മെന്നെ വെച്ച് ഇങ്ങനെ ഉത്തരവ് നടപ്പാക്കാൻ പറയും, ഇങ്ങോട്ട് തരാൻ പറയാൻ തൻ്റെ ഉള്ള ഒരു DGP ഇപ്പം കേരളത്തിലില്ല. അങ്ങനെ ഒരു DGP ഉണ്ട്, ആ DGP കസേര ഇരിക്കുകയില്ല, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം, സെൻകുമാർ. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഈ നിയമം അനുസരിച്ചൊക്കെ ചെയ്യാൻ നോക്കി. അല്ല, അങ്ങോട്ട് ഒന്ന് പറയാം. ഈ പുതിയ സുപ്രീം കോടതി വിധിക്ക് ശേഷം ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ഏതൊരു സംസ്ഥാന പോലീസ് മേധാവിക്ക്, ഇവിടെ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ, ധൈര്യപൂർവ്വം 2 വർഷത്തേക്ക് പറയാം. പക്ഷെ കുഴപ്പം എന്താണെന്നറിയോ? അതായത് ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി വന്നിരിക്കുക എന്താ, ഒരു സ്ഥാനത്ത് ഒരാളെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 2 വർഷത്തേക്ക് അനാവശ്യമായി മാറ്റരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അതിൽ കുറേ റെസ്ട്രിക്ഷൻ ഉണ്ട്. സെക്യൂരിറ്റി കമ്മീഷൻ. പക്ഷേ അതിനകത്ത് കുഴപ്പം തിരുത്താൻ രാഷ്ട്രീയക്കാരനറിയാം. അതിൻ്റെ അല്ലേ 1958 പായിൽ മൂത്രമൊഴിച്ചെന്ന് പറഞ്ഞ് കേസെടുക്കുന്നത്. കാരണം 6 മാസം പ്രായമുള്ളൂ സെൻകുമാറിനെന്ന് അറിയത്തില്ല, ആർക്കറിയത്തില്ല. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും കണ്ടുപിടിക്കും രാഷ്ട്രീയക്കാരൻ. അതുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറ്റി വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു IG അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞ്
അയ്യപ്പ സന്നിധിയിൽ നിന്ന്. പത്രത്തിലെല്ലാം വന്നല്ലോ. ഞാൻ അവിടെ കണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഒരു 5% പോലും ഈ ഗവൺമെൻറ് നടപടിയെ അനുകൂലിച്ചവരല്ല. മുഴുവൻ പേര് എതിരാണ്. നിവൃത്തിയില്ലാതെ വലിച്ചു കയറ്റുക. അത് തന്നെയല്ല, അവിടെ ഒരു ബ്രാഹ്മണ പെൺകുട്ടി, ആന്ധ്രാക്കാരി പെൺകുട്ടിയാണ് ഇതിൽ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സംരക്ഷിക്കാൻ നിൽക്കുന്ന ആൾ അവിടെ മുഴുവൻ തപ്പുക, കിട്ടുന്നില്ല. അപ്പം ഏറ്റവും സീനിയർ ഉദ്യോഗസ്ഥൻ ചെന്ന് പറഞ്ഞു കൊടുത്തു, ഇന്ന വഴിയോടെ വരുന്നുണ്ടെന്ന്. പോരെ, എന്നിട്ട് പുള്ളി പോയി അവിടെ ജോലി ചെയ്ത് നിൽക്കുക. തടഞ്ഞു, ഇല്ലെങ്കിൽ അവർ കയറിയനെ. ഈ 2 കൊണ്ടുപോയി അതുപോലല്ലേ. ഒരെണ്ണത്തെ പാൻറ്റ് രസമല്ല, പാൻസ് ഇടിച്ചാണ് കൊണ്ടുപോയത്. എങ്ങനെ പോലീസുകാർ എല്ലാം കൂടെ കൂടി നിന്നുകൊണ്ട് സ്ത്രീക്ക് പോലീസ് വേഷം കെട്ടിച്ചത്. അപ്പോൾ എന്നാ വേഷം കെട്ടലാന്ന് നോക്കി അതിന് അവിടെ കൊണ്ടുപോയത്. ഒന്ന് ആലോചിച്ച്. ആകെ 2 പേര് ശബരിമല പോയി. അതായത് 3600ഓളം കേരള പോലീസിൻ്റെ ഭഗീരഥ പ്രയത്നത്തിനകത്ത് നടന്ന് അത്രയേ ഉള്ളൂ. ഇനി ഇപ്പോഴും വരാൻ പോവാം നാളെ. നിങ്ങൾ വിശ്വസിച്ചോ, ഞാൻ പറയുന്നു ഒരു യുവതിയും അങ്ങോട്ട് പ്രവേശിക്കില്ല. കാരണം വിശ്വാസിയല്ലാത്ത സ്ത്രീകൾ പ്രവേശിക്കാനുള്ള സ്ഥലമല്ല ശബരിമല. വിശ്വാസികൾ പോട്ടെ, അല്ലാതെ ഒരെണ്ണവും കയറുകയില്ല. അഥവാ അങ്ങനെ വിശ്വാസിയല്ലാത്തവർ കയറാൻ ചെന്നാൽ അവരെ നേരിടാൻ ഇവിടെയുള്ള വിശ്വാസികളുണ്ട്. ഒരു സംശയം വേണം. അയ്യപ്പ ശരണം. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, കാരണം ഇവരൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്, ഇത് പല അവരുടെ തന്നെ MLA-മാരും പ്രസംഗിക്കുകയും ചെയ്തു. അതായത് അയ്യപ്പൻ്റെ ബ്രഹ്മചര്യം തീർന്നു. മനസ്സിലായോ? അപ്പോൾ അയ്യപ്പൻ്റെ ബ്രഹ്മചര്യം ഇല്ലാതാക്കാനായിട്ട് എന്താണ് വഴി? അതിന് വിരുദ്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. ഒരിക്കൽ തീർന്നാൽ പിന്നെ തീർന്നു. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചാണ് ഈ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആക്ടിവിസ്റ്റിനെയും അവിശ്വാസികളെയും അവിടെ കയറ്റാൻ നോക്കിയത്. കേട്ടോ, അവർ വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടച്ചു. നമ്മുടെ വാതിലടച്ചു എന്ന് മാത്രമല്ല, ശുദ്ധക്രിയയും ചെയ്തു. അതുകൊണ്ട് അവിടെ നിന്നും ഒരു കുഴപ്പമില്ല. ഞാൻ നൈഷ്ഠികബ്രഹ്മചാരി അയ്യപ്പനുണ്ടല്ലോ, അവിടെ നിന്ന് യഥാർത്ഥ അയ്യപ്പ ഭഗവാൻ ഈ ജവളി വിരോധികളെ കണ്ടിട്ടില്ല. അതിങ്ങൾ പേടിക്കണ്ട. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അവിടെ. അല്ല ഞാൻ പറയുന്നത്, ഈ അവിശ്വാസികളായിട്ടുള്ള ഇവർക്ക് ഇപ്പോൾ ഇവർ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ചൈനയിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത്, ചൈനയിൽ 30 ലക്ഷം സിൻജിയാങ്ങിലെ മുസ്ലിംസിനെയാണ് പിടിച്ചിട്ടിരിക്കുന്നത്. അവിടെ പച്ച പെയിൻ്റ് അടിക്കാൻ ഒരു ഇതിനും പറ്റില്ല, മുഹമ്മദ് എന്ന് പേരിടാൻ പറ്റില്ല. പിന്നെ ക്രിസ്ത്യൻ പള്ളികളിൽ എല്ലാം അവരുടെ പാർട്ടി കൂടിയാണ്. അവിടെ കംപ്ലീറ്റ് എല്ലാം എടുത്തുകൊണ്ട് പോയി പാർട്ടി ഓഫീസാക്കി പള്ളികൾ പിടിച്ച്. ഇതാണ് കമ്മ്യൂണിസവും മതവുമായിട്ടുള്ള ബന്ധം. അത് ഇവിടെയുള്ള കേരളത്തിലുള്ള മഹാന്മാർക്കും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഈ നമ്മുടെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ, സത്യങ്ങൾ പലതും ഉള്ളിലേക്ക് വരുന്നില്ല. ഈ ക്യൂബ ഉണ്ടല്ലോ, നമ്മുടെ ക്യൂബ, മുകുന്ദൻ്റെ ക്യൂബ, അവിടെ എത്ര മോസ്ക് ഉണ്ട്? എന്താ ഇല്ലാത്തത്? അതുപോലെ എവിടെയെല്ലാം മാർസിസം ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് മാർസിസം ഇത്ര വലിയ ജനവേദനകളെ മാറ്റുന്ന ഒരു സയൻസായിട്ട് അവതരിച്ചിട്ട് എങ്ങും പച്ച പിടിക്കാതെ പോയത്? ഒരിടത്തും ഇല്ല. അല്ല, ഉള്ള സ്ഥലമാണ് പറഞ്ഞത്. ഈ അമേരിക്കയിൽ 500 ബില്യനേഴ്സേ ഉള്ളൂ, ചൈനയിൽ 1003 ബില്യനേഴ്സ് ഉണ്ട്. അതാണ് അവിടുത്തെ കമ്മ്യൂണിസം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും സത്യങ്ങൾ താഴേക്ക് എത്തിക്കുക, അത് മനസ്സിലാക്കി കൊടുക്കുക, എന്നിട്ട് ജനങ്ങൾ തീരുമാനം എടുക്കുക. ഈ നവോത്ഥാന ചിന്തയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, ഈ ആചാര്യന്മാരാരും തന്നെ, ചട്ടമ്പി സ്വാമി ആവട്ടെ, നാരായണ ഗുരുദേവനാവട്ടെ, അയ്യങ്കാളി ആവട്ടെ, ബ്രഹ്മാനന്ദ ശിവയോഗി ആവട്ടെ, ശുഭാനന്ദ ഗുരുദേവനാവട്ടെ, ആരും തന്നെ ഈ പറയുന്ന ജാതി എന്നതിനെ മാറ്റിവെച്ചുകൊണ്ടല്ലൊന്നും പറഞ്ഞിട്ടുള്ളത്. അവർ അതേ ജാതിയെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ പരിഷ്കരണങ്ങൾ വരുത്തിയിട്ടുള്ളത്. അവർ നമ്മളിൽ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു ഉത്ഥാനം, നവോത്ഥാനം എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിൽ ഈ പറയുന്ന ഉച്ചനീചത്വങ്ങൾ, ഒരു ജാതി കൂടുതൽ ശ്രേഷ്ഠം, ഒരു ജാതി താഴ്ന്നത് എന്നുള്ള ആ ഉച്ചനീചത്വ സ്വഭാവം ഇല്ലായ്മ ചെയ്യാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ജാതിയുടെ ഉച്ചനീചത്വങ്ങൾ ഇല്ലായ്മ ചെയ്യുക എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അവിടെ ഒരിക്കലും അതിൻ്റെ പേരിൽ അതുകൊണ്ട് നമ്മുടെ ക്ഷേത്ര സംവിധാനങ്ങൾ ഒരിടത്തും ഈ വർണ്ണത്തിൻ്റെ പേരിൽ ഈ പറയുന്ന ഭേദം കൽപ്പിച്ചിട്ടില്ല.